ആർട്ട് കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഭാവചിത്രങ്ങൾ തീർത്ത സ്വരമാധുരി. ഹിന്ദി ചലച്ചിത്രരംഗത്തെ വടവൃക്ഷങ്ങൾക്കിടയിൽ തിങ്ങിഞ്ഞെരുങ്ങിയിട്ടും വളർച്ച മുരടിച്ചു പോകാത്ത ആലാപന വ്യക്തിത്വമാണ് സുമൻ കല്യാൺപുർ എന്ന ഗായിക. ഇക്കഴിഞ്ഞ, അതായത് 2026 ജനുവരി 28 നവതിയിലേക്ക് കടന്ന ഈ സുപ്രസിദ്ധ പിന്നണി ഗായികയുടെ കലാജീവിതത്തിലൂടെ ഒരു യാത്ര. ആയിരത്തി 1953 തുടങ്ങിയതാണ് ആ യാത്ര. പിന്നീട് 60കളിലും 70കളിലും ഹിന്ദി, മറാഠി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തിളങ്ങിയ ഗായികയാണ് സുമൻ കല്യാൺപുർ. കർണാടകയിലെ ഉടുപ്പി ജില്ലയിലെ കുന്ദാപുരിൽ വേരുകളുള്ള ശങ്കർ റാവു മണ്ടിയുടെ മകളായി 1937 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ധാക്കയിലാണ് സുമൻ ഹെമണ്ടി എന്ന സുമൻ കല്യാൺപുരിന്റെ ജനനം. ചിത്രകലയിൽ അതീവ തൽപരയായ സുമൻ 1943 മുംബൈയിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം JJ സ്കൂൾ ഓഫ് ആർട്സിൽ ചിത്രകല പഠിക്കുന്നു. അതോടൊപ്പം കുടുംബ സുഹൃത്തായ പണ്ഡിറ്റ് കേശവറാവു ബോലയിൽ നിന്നും ശാസ്ത്രീയ സംഗീതവും അഭ്യസിക്കുന്നു. തുടക്കത്തിൽ ഒരു ഹോബി മാത്രമായി കണ്ടിരുന്ന സംഗീത പഠനം പിന്നീട് ഉസ്താദ് ഖാൻ, അബ്ദുൾ റഹ്മാൻ ഖാൻ, ഗുരുജി മാസ്റ്റർ നവ്രംഗ് എന്നിവരുടെ കീഴിൽ ഗൗരവപൂർണമായ ഒന്നാവുന്നു. സംഗീതം ഒരു പ്രൊഫഷനായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ആ പഠനകാലത്ത് സുമൻ തിരിച്ചറിയുന്നു. 1952 ആകാശവാണിക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുകയുണ്ടായി. അതിനിടെ ഗ്രാമഫോൺ കമ്പനിയിൽ നിന്ന് 2 മറാഠി ഭജനുകൾ പാടാനായി അവർക്ക് ക്ഷണം ലഭിച്ചു. അങ്ങനെ സുമന്റെ ആദ്യ റെക്കോർഡ് ചെയ്ത ഗാനങ്ങൾ പുറത്തിറങ്ങി. ബഡേ ഗുലാമലിയുടെയും നൂർജഹാന്റെയും ആരാധികയായിരുന്ന സുമൻ അവരുടെ സംഗീത ശൈലികളെയും അർപ്പണബോധത്തെയും സ്വാംശീകരിച്ചെടുത്തു. ആയിരത്തി 1952 ആകാശവാണിക്ക് വേണ്ടി ഒരു ഗാനം ആലപിച്ചു. തുടർന്നാണ്
1953 ആദ്യ മറാഠി ചിത്രം സുക്രചി ചാന്ദിനി എന്ന ചിത്രത്തിന് ആദ്യ പിന്നണി പാടാനുള്ള അവസരം ലഭിക്കുന്നത്. ആയിടെ ജെ സ്കൂൾ ഓഫ് ആർട്സിലെ പഠനകാലത്ത് ഒരു പരിപാടിയിൽ പാടുന്നതിനിടെ സദസ്സിലുണ്ടായിരുന്ന ഗായകൻ തലത് മെഹമൂദാണ് പിന്നണി ഗാനരംഗത്തേക്കുള്ള പ്രവേശനത്തിന് കാരണമാകുന്നത്. मैं आर्ट स्कूल मैंने ज्वाइन किया था, स्कूल ऑफ आर्ट, पेंटिंग के लिए. पेंटर बनना चाहती थी, मगर कभी ऐसे हो गया कि किसी प्रोग्राम में हमने 2 गाने गाए कॉलेज फंक्शन में. जे स्कूल ऑफ आर्ट में थी मैं, तो वहाँ पे किसी ने सुना और डोंबिवली में एक प्रोग्राम के लिए मुझे गाने को बुलाया, जहाँ पे तलत साहब चीफ गेस्ट थे. तो उन्होंने फिर वो रेकमेंड किया HME में, ऐसे करके वो बस गानों का शुरू हो गया. पेंटिंग तब हट गया धीरे धीरे. गाने ऐसे इतने आने लगे कि मना करना भी अच्छा नहीं लगता था. अच्छे गाने थे ना, तो मैंने ले लिए, बस आते रहे, फिर गाने शुरू हो गया. ആയിരത്തി 1954 പുറത്തിറങ്ങിയ മംഗു എന്ന ചിത്രത്തിനു വേണ്ടിയാണ് അവർ ആദ്യമായി ഹിന്ദിയിൽ പാടുന്നത്. മുഹമ്മദ് ഷഫിയുടെ സംഗീതം. ഷെയ്ഖ് മുക്താർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിനു വേണ്ടി മുഹമ്മദ് ഷഫിയുടെ സംഗീത സംവിധാനത്തിൽ 3 ഗാനങ്ങൾ ആലപിച്ചതിൽ സുമൻ പാടിയ ഒരു താരാട്ടുപാട്ട് മാത്രമേ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയുള്ളൂ. എങ്കിലും പിന്നീട് അതേ വർഷം പുറത്തിറങ്ങിയ ദർവാസ എന്ന ചിത്രത്തിനു വേണ്ടി നൌഷാദിന്റെ സംഗീതത്തിൽ 5 ഗാനങ്ങൾ ഇറങ്ങിയതോടെ സുമൻ കല്യാൺപുരിന്റെ സ്വരമാധുരി ശ്രദ്ധിക്കപ്പെട്ടു. ദർവാസ എന്ന ചിത്രത്തിൽ തലത് മെഹമൂദിനോടൊപ്പം പാടിയ ഗാനം. सामने है मेरे अरमानों की मंजिल, लेकिन सामने है मेरे अरमानों की मंजिल, लेकिन मुफलिसी बन गई दीवार, बड़ी मुश्किल है, कश्मकश में है मेरा प्यार, बड़ी मुश्किल है. പിന്നീട് ഹിറ്റുകളുടെ തുടർച്ച തന്നെ ഉണ്ടായി. पनाह ले लो मेरी जलती हुई आंखों पे, ये आंखें रख दो ऐ मेरे प्यार के ख्वाबों की हंसी शहजादी. होठ क्यों कांप रहे हैं, जरा कुछ तो बोलो. तुमने
हम चले आए, जान हथेली पर ले आए रे, तुमने पुकारा और हम चले आए, जान हथेली पर ले आए। വിദേശ രാജ്യങ്ങളിൽ സ്റ്റേജ് ഷോ നടത്തുന്ന ആദ്യ ഹിന്ദി പിന്നണി ഗായികയാണ് സുമൻ കല്യാൺപൂർ. तुमसे भी हंसी है तुम्हारा ये बहाना, तुमने ही तो हमको सिखाया दिल लगाना, सीखा है दिलदार तुम्ही से प्यार, तुम्ही से कर बैठे, नाना करते नाना करते प्यार, तुम्ही से कर बैठे, मगर इकरार तुम्ही से कर बैठे, नाना करते प्यार, तुम्ही से कर बैठे. ലതാ മങ്കേഷ്കറുടെ ശബ്ദവുമായുള്ള സാമ്യം ഗുണമായും ദോഷമായും ഭവിച്ചു. സുമൻ പാടിയ റെക്കോർഡുകളിൽ പലതിലും ലതയുടെ പേര് അച്ചടിക്കപ്പെട്ടു. ഹേമന്ത് കുമാറിന്റെ സംഗീതത്തിൽ ലതാ മങ്കേഷ്കറുമൊത്ത് സുമൻ പാടിയ ഗാനം. देखो जी सुनते ही नहीं साजना, कभी आज कभी कल कभी परसों, ऐसे ही बीते बरसों, हमारे सुनते ही नहीं साजना, देखो जी सुनते ही नहीं साजना. റഫിയുമായുള്ള ലതാജിയുടെ പിണക്കം സുമന് കൂടുതൽ അവസരങ്ങളൊരുക്കി. 140ഓളം ഗാനങ്ങൾ റഫിയുമൊത്ത് അവർ പാടി. ഭാവചിത്രങ്ങൾ തീർത്ത സ്വരമാധുരി. ചലച്ചിത്ര പിന്നണി ഗായിക സുമൻ കല്യാൺപൂരിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി തുടർന്നു കേൾക്കാം നാളെ ആർട്ട് കഫേയിൽ. ആർട്ട് കഫേ കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.